ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘ പാർക്കിൽ പോയിരുന്നിട്ട് നന്നായിട്ട് കരയാണ്. ഓരോരോ കാര്യങ്ങളും ഓർത്തെടുത്ത് കരയാണ്. എന്താടി പറഞ്ഞേ എന്ന് പറഞ്ഞ് അമ്മ നന്നായിട്ട് അടിക്കുകയാണ്. അതാണ് ഫസ്റ്റ് തന്നെ ഓർത്ത് കരയുന്നത്. പിന്നെ മഹേന്ദ്രൻ സാർ പറയുന്നത്, മേഘ എൻ്റെയും ലക്ഷ്മിയുടെയും മകളല്ല, ഇവൾ വേറെ ആരോ. നീ ഇതുവരെ എന്നെ ഒരു അച്ഛനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിന്റെ ശത്രുവായി കാണാൻ അവസരമുണ്ടാക്കരുത്. നിന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ തിരികെ വാങ്ങാനായി ഞാൻ ഏതറ്റം വരെയും പോകും. അച്ഛനും അമ്മയും പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്തോർത്ത് മേഘ കരയാണ്. അപ്പോഴാണ് ചന്ദ്രൻ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത് മേഘയെ നോക്കിയിട്ട്. മേഘ, എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? എന്തൊക്കെ നടക്കരുത് എന്ന് കരുതിയോ അതെല്ലാം നടന്നു കഴിഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? മഹേന്ദ്രൻ അച്ഛന് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്ന് മനസ്സിലായി. സത്യമാണോ? അതെ അച്ഛാ, മേഘ കരഞ്ഞുകൊണ്ട് പറയാണ്. അവർക്ക് എല്ലാ സത്യവും മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മഹേന്ദ്രൻ അച്ഛൻ പറഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്ന അച്ഛാ. ഇനി എനിക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റുമോ അച്ഛാ? എന്നെ അവരവിടെ താമസിക്കാൻ അനുവദിക്കുമോ? വെറുതെ ഇരിക്ക്, നീ എന്തിനാ പേടിക്കുന്നേ? നിന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ആർക്കും ഒരവകാശവും ഇല്ല. എന്താ അച്ഛാ ഈ പറയുന്നേ? അതേ മോളെ, മഹേന്ദ്രൻ്റെ സ്വത്ത് മുഴുവൻ ഇപ്പോൾ നിൻ്റെ പേരിലാണ് ഉള്ളത്. നിന്നെ ആർക്കും അവിടെ നിന്ന് തൊടാൻ പോലും കഴിയില്ല. ഞാൻ തട്ടിപ്പ് നടത്തി സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലാക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് എന്നെ അവർ ജയിലിലാക്കില്ലേ? അങ്ങനെ എളുപ്പത്തിൽ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമപ്രകാരം ലക്ഷ്മി രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ടാണ് എല്ലാ സ്വത്തുക്കളും നിൻ്റെ പേരിൽ എഴുതിത്തന്നത്. അങ്ങനെ എഴുതിത്തന്ന സ്ഥിതിക്ക് അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ലക്ഷ്മിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ ലക്ഷ്മി ആയിരിക്കും പിന്നെ അഴിക്കുള്ളിൽ ആവുന്നത്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ച് ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയിലും ഈ കേസ് നിലനിൽക്കില്ല. ഉറപ്പാണോ അച്ഛാ? അതേ മോളെ, ഇതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അഥവാ അവർ നിൻ്റെ പേരിൽ കേസ് കൊടുത്താൽ ആ കേസ് എങ്ങനെ ഇല്ലാതാക്കണം എന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. മേഘ, നീ ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. എന്നായാലും നീ അവരുടെ മകളല്ലെന്നുള്ള സത്യം എപ്പോഴെങ്കിലും അവരറിയുക തന്നെ ചെയ്യും. അതിപ്പം മനസ്സിലാക്കിയാൽ എന്താ, അത് നല്ലതല്ലേ? മേഘ, ഇനി നീ പണത്തിന് വേണ്ടി ആ മഹേന്ദ്രൻ്റെയോ ലക്ഷ്മിയുടെയോ സിദ്ധാർത്ഥിൻ്റെയോ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അവരാണ് നിൻ്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട സിറ്റുവേഷനിൽ എത്തുന്നത്. അതുകൊണ്ട് അവർ നിന്നെ ഒരിക്കലും എതിർക്കില്ല. നിന്നെ സമാധാനപ്പെടുത്തി എങ്ങനെയെങ്കിലും നിൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലേക്ക് ആക്കി എഴുതാനേ അവർ ശ്രമിക്കൂ. അല്ലാതെ നിൻ്റെ പേർക്ക് പരാതി കൊടുക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തിടത്തോളം കാലം നമുക്ക് സമാധാനമായിട്ടിരിക്കാം. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനുശേഷം അവർക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റില്ല. ഞാൻ തന്നെ അവരെ അടിച്ചു പുറത്താക്കും. മേഘ, ഇനി നിനക്ക് നല്ല സമയമാണ് മോളെ, നീ സമാധാനമായിട്ടിരിക്കുക. പിന്നെ കാണിക്കുന്നത് ജാനകി വീട്ടുമുറ്റത്തെ ചെടിയിൽ നിന്നും പൂ പറിക്കുകയാണ്. മേഘ അവിടേക്ക് ജാനകിയുടെ അടുത്തേക്ക് വരികയാണ്. അമ്മായി, ഞാനിപ്പോൾ ഇനി അമ്മായിയുടെ ചേട്ടൻ്റെ മകളല്ല. ഇനി മുതൽ എനിക്ക് അമ്മായി എന്ന് വിളിക്കാമോ? എന്താ മേഘ നീ ഇങ്ങനെ ചോദിക്കുന്നത്? നീ എൻ്റെ ചേട്ടൻ്റെ മകളല്ലെങ്കിലും നീ ഞങ്ങൾക്ക് എത്ര വലിയ ഉപകാരം ചെയ്തത്. എൻ്റെ ഭർത്താവിനെ വലിയൊരു കുറ്റാരോപണത്തിൽ നിന്നും നീ രക്ഷിച്ചു. നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് അവസാനം വരെ ഒരു കള്ളനെ പോലെ ജീവിക്കേണ്ടി വന്നേനെ. ജീവനേക്കാളും അഭിമാനമാണ് വലുത്. ആ അഭിമാനം സംരക്ഷിച്ചത് നീയാ മേഘ. ഒരിക്കലും നിന്നെ ഞാൻ നിസ്സാരമായി കാണില്ല മോളെ. നാളെ മഹേന്ദ്രൻ അച്ഛൻ്റെ ശരിക്കുള്ള മകൾ ഈ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അമ്മായി ഇതേ സ്നേഹത്തോടെ, ഇതേ വാത്സല്യത്തോടെ, ഇതേ അവകാശത്തോടെ എന്നോട് സംസാരിക്കും അമ്മായി. ഉറപ്പായും ഉണ്ടാവും. അതിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട. എൻ്റെ സ്വന്തം ചേട്ടനും എൻ്റെ മകനും എല്ലാവരും എന്നെ എതിർക്കാനുണ്ടായത്. പക്ഷേ അവിടെ നീ മാത്രമാണ് എൻ്റെ കൂടെ നിന്നത്. എനിക്ക് നീ ചെയ്തു തന്ന ഉപകാരം എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ മറക്കില്ല മോളെ. ഈ വീട്ടിൽ ആര് നിന്നെ എതിർത്താലും നീ വിഷമിക്കണ്ട. നീ ആരെയും പേടിക്കുകയും വേണ്ട. അവസാനം വരെയും ഞാൻ നിനക്ക് കൂട്ടുണ്ടാവും. ഈ ഒരു വാക്ക് മാത്രം മതിയമ്മായി. ഇനി മുതൽ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ഈ വീട്ടിൽ നിൽക്കും. അതേസമയം മഹേന്ദ്രനും ലക്ഷ്മിയും സിദ്ധുവൊക്കെ എന്തൊക്കെയോ ആലോചിച്ച് ചിന്തിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അവിടേക്ക് പിന്നെ മുത്തശ്ശനും വരികയാണ്. മുത്തശ്ശൻ എന്നിട്ട് മഹേന്ദ്രനോട് ചോദിക്കുകയാണ്, മഹേന്ദ്ര,
മേഘയുടെ കാര്യത്തിൽ എന്താ നീ തീരുമാനമെടുക്കുന്നത്? എനിക്ക് എന്ത് തീരുമാനിക്കണം എന്നറിയില്ല അച്ഛാ. പോലീസ് കേസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു പോയാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ്. അവൾ തന്നെ എല്ലാ സ്വത്തുക്കളും ലക്ഷ്മിയുടെ പേർക്ക് എഴുതി കൊടുത്താൽ ഒരു കുഴപ്പമില്ല. എഴുതി തന്നാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്ന് തന്നെ ഒന്നും എഴുതി തരില്ല എന്ന് മേഘ തറപ്പിച്ച് പറഞ്ഞതല്ലേ. അച്ഛൻ തന്നെ മേഘയെ വിളിച്ച് അവൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അവൾ പറയുന്ന മറുപടി കേട്ടിട്ട് എനിക്ക് എന്ത് വേണം എന്ന് ചിന്തിക്കാം. സിദ്ധാർത്ഥ്, നീ പോയി മേഘയെ കൂട്ടിക്കൊണ്ടുവാ. ശരി മുത്തശ്ശ. സിദ്ധു കൂട്ടാൻ പോകുമ്പോഴേക്കും മേഘ തനിയെ താഴെ വരികയാണ്. പിന്നെ മുത്തശ്ശൻ വിളിക്കുകയാണ്, മോളെ മേഘ ഇങ്ങ് വന്നേ. മോള് ചെറിയ കുട്ടിയൊന്നുമല്ല. ശരിയെന്താ തെറ്റെന്താ എന്ന് മോൾക്ക് നന്നായിട്ടറിയാം. ലക്ഷ്മിയെ കബളിപ്പിച്ച് മുഴുവൻ സ്വത്തും നിന്റെ പേർക്ക് മാറ്റിയിരിക്കുക. അത് തെറ്റാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. നീ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളല്ലായിരിക്കാം. പക്ഷേ ഈ വീട്ടിലെ സർവ്വ അവകാശങ്ങളോടുകൂടിയാണ് നീ വളർന്നത്. ഇപ്പോൾ പോലും ഞങ്ങൾ നീ ഈ വീട് വിട്ട് പോകണം എന്ന് പറയുന്നില്ല. മുമ്പത്തെ പോലെ തനിക്ക് ഇവിടെ തന്നെ കഴിയാം. നിനക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ നീ എഴുതി വാങ്ങിച്ച സ്വത്തുക്കളെല്ലാം ലക്ഷ്മിയുടെ പേരിൽ തന്നെ മാറ്റി എഴുതുമോളെ. സോറി മുത്തശ്ശ, എനിക്കതിന് കഴിയില്ല. ഈ വീട്ടിലെ ശരിയായ അവകാശി വരുന്നതുവരെ ഈ വീട്ടിൽ എനിക്ക് എല്ലാ അവകാശങ്ങളും കിട്ടണം. പക്ഷേ ഈ വീട്ടിലെ ശരിയായ അവകാശി വന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും എന്നെ അവഗണിക്കാൻ തുടങ്ങും. ഒരു ജോലിക്കാരിയെപ്പോലെ പെരുമാറാൻ തുടങ്ങും. കഴിഞ്ഞ് ഞാൻ ആരുമില്ലാത്തവളായിട്ട് ജീവിക്കേണ്ടി വരും. ഒന്ന് എൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും കാലം മഹേന്ദ്രൻ അച്ഛൻ്റെയും ലക്ഷ്മി അമ്മയുടെയും മകളായിട്ടാണ് ഞാൻ ജീവിച്ചത്. പെട്ടെന്ന് നീ ആരുമില്ലാത്തവളാണ്, നിനക്കൊരു അവകാശവും ഇല്ല, നീ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോ എന്ന് ആരും പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സ്വത്തുക്കൾ മുഴുവനും ഞാൻ എൻ്റെ പേരിൽ എഴുതി വാങ്ങിയത്. മേഘ, നീ പറയുന്നതിൽ ഒരു ന്യായമില്ല മോളെ. നീ മറ്റൊരാളുടെ സ്വത്ത് കൈവശപ്പെടുത്തിയിരിക്കുക. നിയമാനുസൃതം നോക്കിയാൽ അത് വലിയ തെറ്റാ. നിന്നെ ഈ വീട്ടിലെ ഒരംഗമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞങ്ങൾ ക്ഷമയോടെ സംസാരിക്കുന്നത്, മുത്തശ്ശൻ പറയാം. പക്ഷേ ഇനിയും നീ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാവും. മുത്തശ്ശ, ഈ വീട്ടിൽ ആര് താമസിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോർട്ടാണ്, നിങ്ങളല്ല. മേഘയുടെ സംസാരം കേട്ടിട്ട് സിദ്ധു മേഘയെ തന്നെ തറപ്പിച്ച് നോക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ എൻ്റെ ഒപ്പം നിന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമായിട്ട് കഴിയാം. അങ്ങനെയല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. കണ്ടില്ലേ ലക്ഷ്മി, എത്ര അഹങ്കാരത്തോടെയാണ് സംസാരിച്ചതെന്ന്. മേഘ അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പോൾ മഹേന്ദ്രൻ സാറ് പിന്നിൽ നിന്ന് പെട്ടെന്ന് വിളിക്കുകയാണ്, മേഘ എന്ന് പറഞ്ഞ് മേഘ അവിടെ നിന്നു. അപ്പോൾ മഹേന്ദ്രൻ സാറ് അടുത്തോട്ടേക്ക് വരികയാണ്. മര്യാദയ്ക്ക് സ്വത്തെല്ലാം ലക്ഷ്മിയുടെ പേർക്ക് തിരിച്ചെഴുതിയിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുക, ഇല്ലെങ്കിൽ പുറത്തു പോ. ഞാനെന്തിനാ പോകുന്നത്? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങൾക്കിവിടെ എൻ്റെ ഒപ്പം താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും വീട് നോക്കി പോയിക്കോളൂ. ഏയ്, ആരോട് നീ എന്താ സംസാരിക്കുന്നതെന്നറിയോ? നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത്. അപ്പോഴാണ് ലക്ഷ്മി ഓടി വരുന്നത്. ഏയ്, എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിൻ്റെ അച്ഛനോട് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്നെ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാനായി കൈ ഓങ്ങി. പിന്നെ അവരെ അടിക്കുക മാത്രമല്ല, കൈ ചുരുട്ടി താഴേക്ക് തള്ളുകയും ചെയ്തു. ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ് ലക്ഷ്മി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ സിദ്ധുവും ആരതിയും ഒക്കെ. ഏയ് ഈ എന്ത് പറ്റി ആൻറ്റി? ലക്ഷ്മി എന്ന് പറഞ്ഞ് എല്ലാവരും പരക്കെ ഓടുകയാണ്. ആരതിയും ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട്. ജാനകി, ചേച്ചി, ആൻറ്റി ആൻറ്റി എന്ന് പറയാണ് ആരതി. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ വീണ്ടും പറയാം, ഈ വീടിപ്പോൾ എൻ്റെ പേരിലാണുള്ളത്. വേണമെന്നുള്ളവർക്ക് ഇവിടെ താമസിക്കാം, അല്ലാത്തവർക്ക് പോകാം. ഇനി അതല്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു പോയിക്കോളൂ. ആരതിക്ക് സങ്കടം വരികയാണ്. അയ്യോ, അതാണ് നിങ്ങൾക്കും നല്ലത്, എനിക്കും നല്ലത്, മേഘ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നിന്നും ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും മേഘ പോയി. പിറകിൽ നിന്നും മഹേന്ദ്ര സാറ്. ഏയ്, അതൊന്നും കൂട്ടാക്കാതെ മേഘ പോയി. പിന്നെ മഹേന്ദ്ര സാറ് ലക്ഷ്മിയെ വിളിക്കുകയാണ്. ഏയ് ലക്ഷ്മി. ആരതി വന്ന് പൊക്കിയിട്ട് പറയാണ്, ആൻറ്റി എഴുന്നേൽക്ക് ലക്ഷ്മി. അപ്പം മഹേന്ദ്ര സാർ പറയാണ്, ആരതി നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഇവിടെ ഇരിക്ക്. അപ്പോൾ മുത്തശ്ശി പറയാണ്, സൂക്ഷിച്ച് ഇരിക്കണേ. വരുന്നെങ്കിൽ. ആൻറ്റി കുടിക്ക് ലക്ഷ്മി. എല്ലാം കണ്ടു നിന്ന സിദ്ധു മുത്തശ്ശനെ സങ്കടത്തോടെ നോക്കുകയാണ്. പിന്നെ ജാനകി പറയാ, ഏട്ടാ മേഘ ചെറിയ കുട്ടിയാ,
ഏട്ടൻ അവളോട് ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇപ്പം എന്താ അവൾ സ്വത്തും കൊണ്ട് ഓടിപ്പോകാൻ പോവുകയാണോ? ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് കേട്ട് മാലതി മുത്തശ്ശിയും പറയാണ്, ഈ പ്രശ്നം സമാധാനമായിട്ട് സംസാരിച്ച് പരിഹാരം കണ്ടൂടെ? പിന്നെ വാസുവും പറയാണ്, അതേ അളിയ, എന്തിനാ മേഘയോട് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവൾ പറഞ്ഞില്ലേ മേഘയെക്കുറിച്ച് അനുസരിച്ച് പോയാൽ നിങ്ങൾക്കെല്ലാം ഈ വീട്ടിൽ തന്നെ താമസിക്കാമെന്ന്. മഹേന്ദ്ര സാറിന് ദേഷ്യം വരികയാണ്. എന്തായി പറയുന്നേ? അവളെ അനുസരിച്ചാലേ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുള്ളൂന്നോ? മിണ്ടരുത് വാസുദേവ, നീ മിണ്ടാതിരിക്കേ. സിദ്ധാർത്ഥ്, ഇനി ഒരു നിമിഷം പോലും മേഘയോ മേഘയുടെ വീട്ടിലെ സാധനങ്ങളോ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാം പാക്ക് ചെയ്ത് വീട്ടിന് പുറത്തിട്. അവൾ വന്ന് അത് എടുത്തുകൊണ്ട് പോട്ടെ. ഇനി അവൾ ഈ വീട്ടിൽ വരാനേ പാടില്ല. ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞ് എല്ലാ സാധനങ്ങളും പുറത്തു വെക്കാൻ പറയാം. സിദ്ധു പറയാം. വേഗം ആട്ടെ മോനെ. സെക്യൂരിറ്റി സാർ, ഒന്നകത്തേക്ക് വരൂ. ദാ വരുന്നു സാർ, പെട്ടെന്ന് വരൂ. പറഞ്ഞിട്ടുണ്ട് അങ്ങളെ, ഇപ്പോൾ വരും. സെക്യൂരിറ്റി വന്ന് മേഘയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെക്കുകയാണ്. സാർ, മേഘ മേഡത്തിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു സാർ, എല്ലാം പുറത്ത് വെച്ചു. ശരി, നീ പോയിക്കോ. പിന്നെ മാലതി മുത്തശ്ശി പറയാണ്, ലക്ഷ്മി, മേഘ നിൻ്റെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും നീ വളർത്തിയ മകളല്ലേ? നിനക്ക് അവളോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു എന്നും എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ സ്വത്തിൻ്റെ പേരിൽ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ മഹേന്ദ്രനോട് പറഞ്ഞ് പുറത്തു കൊണ്ടുപോയി വെച്ച സാധനങ്ങളെല്ലാം മേഘയുടെ അകത്ത് തന്നെ കൊണ്ടുപോയി വെക്കാൻ പറ ലക്ഷ്മി. പറയൂ ലക്ഷ്മി. കേട്ടാ, മേഘ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൾ ചെയ്ത തെറ്റ് നമ്മളും ചെയ്യരുത് എന്ന് കരുതുന്നു. മേഘ നമ്മളുടെ സ്നേഹം മനസ്സിലാകാതെയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് തിരിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട. പുറത്തു വെച്ച സാധനങ്ങളൊക്കെ തിരികെ എടുത്തുകൊണ്ടൊന്ന് വെക്കാൻ പറയട്ടാ. മേഘ ഉറപ്പായിട്ടും നമ്മൾ എഴുതി കൊടുത്ത സ്വത്തുക്കളെല്ലാം നമ്മളുടെ പേരിൽ തന്നെ തിരിച്ചെഴുതി തരും ഏട്ടാ. അവളോട് കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞാൽ അവൾ മനസ്സിലാക്കും ഏട്ടാ. നായയുടെ വാൽ നിവർത്താൻ പറ്റില്ല, മേഘയെ തിരുത്താനും പറ്റില്ല. ഒരുപക്ഷെ നീ പറയുന്നത് പോലെ അവൾ ചെയ്താൽ അവൾ ഈ വീട്ടിൽ നിൽക്കട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. അവൾ നീ പറയുന്നത് അനുസരിക്കുകയില്ല. അതാണ് അവളുടെ സ്വഭാവം. അവൾ ഈ വീട്ടിലെ അവകാശിയല്ലെന്ന് എപ്പം മനസ്സിലാക്കിയോ അന്ന് മുതൽ അവൾ വേറെ അർത്ഥത്തിലാണ് ചിന്തിക്കുന്നത്. അവളെ സംരക്ഷിക്കാൻ വേണ്ടി അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് മാറുമെന്നാണോ നീ കരുതുന്നത്? അവസാനമായിട്ട് നീ തന്നെ ഒന്ന് സംസാരിച്ച് നോക്ക്. സ്വത്തെല്ലാം നിന്റെ പേരിൽ തന്നെ തിരിച്ചെഴുതി തരാൻ പറയും. എങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോകുന്നത് നല്ലത്. അത് പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടു കൂടിയിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് മേഘ കുറച്ച് പോലീസുകാരെയും കൂട്ടിയിട്ട് വന്നിട്ടാണുള്ളത്. അപ്പോൾ ആ സമയത്ത് മഹേന്ദ്രൻ സാർ പറയാണ്, മര്യാദയ്ക്ക് നിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടുന്ന് പോയിക്കോ. അപ്പോൾ അതിൽ നിന്നും ഒരു പോലീസുകാരി പറയാണ്, ഈ വീടും സ്വത്തുക്കളും എല്ലാം മേഘയുടെ പേരിലാണ് ഉള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഇവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതിൻ്റെ ഇടയിൽ മേഘ പറയാണ്, എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ മാറ്റി എഴുതിത്തരും എന്ന് സ്വപ്നത്തിൽ കൂടി വിചാരിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ട് ഈ വീട്ടിൽ കഴിയാമെങ്കിൽ കഴിയാം, ഇല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും പോകാം. അങ്ങനെ മേഘ പറയുന്ന സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിയും വളരെ വിഷമത്തോടു കൂടി അത് കേൾക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.